മഹാനരായ റിഫായി ശൈഖ് തങ്ങളെ സംബന്ധിച്ച് ഖിളിർ നബി ലോകത്തോട് പറഞ്ഞത് അങ്ങനെയാണ്. 40 ദിവസത്തോളം ഞാനങ്ങ് മഹാനരെ ബന്ധപ്പെട്ടു, മഹാനരുമായിട്ട് ഞാൻ സംഗമിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു 40 വാക്കല്ലാതെ എന്നോട് മിണ്ടിയിട്ടില്ല. അത്ര കണ്ട് നാവിനെ നിയന്ത്രിച്ച മഹാനാണ് റിഫായി ശൈഖ്. നാവിനെ നിയന്ത്രിക്കാനാണ് വലിയ പണി, കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല. കൈകാലിനെ നിയന്ത്രിക്കാൻ വലിയ പണിയില്ല, നാവിനെ നിയന്ത്രിക്കാനാ വലിയ പണി. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മഹാനരായ സുബൈർ തങ്ങൾ ചോദിച്ചല്ലോ, നബിയേ നബിയേ അയ്യുന്നജാത്ത്, രക്ഷയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ രക്ഷപ്പെടുക? ഞാൻ എങ്ങനെയാ പരലോകത്ത് രക്ഷപ്പെടുക? എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ മാർഗം പറഞ്ഞു കൊടുത്തു. അംസിക അലൈക ലിസാനക, നിന്റെ നാവിനെ കൺട്രോൾ ആയിക്കോ. കണ്ടവരതെല്ലാം എണ്ണാ നിൽക്കണ്ട, കണ്ടവന്റെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട, വേണ്ടാത്തരങ്ങൾ പറയണ്ട, അനാവശ്യങ്ങൾ പറയണ്ട, ഫിത്ന ഫസാദ് പറയണ്ട. അതുപോലെ തന്നെ ആലിമീങ്ങളെ പ്രത്യേകിച്ച് പറയണ്ട. തങ്ങന്മാർ ആലിമീങ്ങളെ നല്ലോണം ജാഗ്രത. അവർ ആ കാണുന്ന കോലമല്ല, അവരിൽ ഇൽമെന്നൊരു സംഗതിയുണ്ട്, അത് വിഷമാണ്. അതുകൊണ്ട് ഒരാളെയും ആക്ഷേപിക്കണ്ട. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുൽ വറഇ അശദ്ദു, തങ്ങളെ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള വിഷയം ഏതാ? തങ്ങളെ നല്ല കഷ്ടമുള്ള വിഷയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാൻ പ്രവർത്തിക്കാൻ കുറച്ച് കഷ്ടമുള്ള റിസ്ക് ഉള്ള സംഗതി എന്തും ചോദിച്ചപ്പോ മഹാൻ പറഞ്ഞു, അല്ലിസാൻ, നാവ്. നാവിനെ നിയന്ത്രിക്കാൻ കുറച്ച് പണി തന്നെ. ഫിത്ന ഫസാദ് പറയാത്തവരില്ല, ഗീബത്ത് പറയാത്തവരില്ല. ഞങ്ങളൊക്കെ ആ വിഷയത്തിൽ സമന്മാരാണ്. അല്ലാഹു മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കണ്ണും നാക്കും മൂക്കും ഓരോ അവയവങ്ങളും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ അല്ലാഹു പൊരുത്തപ്പെട്ട് തരട്ടെ. ആ പറയപ്പെട്ടവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കട്ടെ. അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു സലാമത്തിലാക്കട്ടെ. നാവിനെ നല്ലോണം നിയന്ത്രിക്കണം. ഇവർ റമളാൻ വരാനായി, നാളായി കുറച്ച് ദിവസമുള്ള. അപ്പൊ നല്ലോണം കൺട്രോൾ ആക്കേണ്ടത് നാവിന് തന്നെ. ബാക്കിയെല്ലാം കൺട്രോളാണ്. പള്ളക്കൊന്നും പോകുന്നില്ല, പിന്നെ വേറെ പാച്ചൽ കളിയൊന്നും ഇല്ല. കാരണം എന്താ, പൈക്കുന്നു അങ്ങനെ വായത്ര, അല്ലാണ്ട് ആശയില്ലാഞ്ഞിട്ടല്ല. പിന്നെ MB എല്ലാം അങ്ങനെ നല്ലോ കുറച്ചെല്ലാം റീചാർജ് ആക്കുന്നതെല്ലാം കുറയുന്നു. നല്ലവർക്ക് കുറയുന്നു, എല്ലാവർക്കും അല്ല. ഏതായാലും ഫസ്റ്റ് ഏതായാലും കുറയുന്നു. ഫസ്റ്റ് റമളാൻ ഒരു 3 MB ഇല്ല, ഒരു കുന്തവും ഇല്ല. എന്തേ റമളാൻ ആകെയാ ഉമ്മാമ വിരിച്ച മുസല്ല മടക്കിയിട്ടുമില്ല. ഈ ചങ്ങായിന്റെ MB MT കാലി. 4 കഴിഞ്ഞിട്ട് 8ന്റെ 1.5 GB ഉടക്കണം. ഉമ്മാമയും അങ്ങനെ ഫസ്റ്റിന്റെ നീയല്ലേ ആ കേബിളൊന്ന് ഊരിറുമോളെ, വേണ്ട റമളാനല്ലേ ഊരിറും. അത് ഊരാൻ കഴിഞ്ഞ മരുമോക്ക്. കാരണം 1-2 ഫുള്ള് നോക്കിയതല്ലേ, അതും ഉപ്പ് കുടിച്ചിനാട്. ഇത് അവസാനം ഒരു ഊരിറും റമളാനല്ലേ തക്ബീറാക്കുന്നില്ലേ, അങ്ങനെ ഊരല്ലേ കേബിൾ മാത്രല്ല പൊരിഞ്ഞ ഇടി സ്വിച്ച് ബോർഡേ പൊരിഞ്ഞു പോ. അത്രക്ക് ഈമാനിലെ ഊരിട്ടെടുത്ത പൊരിച്ചിട്ടെടുത്ത ഉമ്മാമ റമളാൻ 8 എന്ന് ചെല്ലാൻ തെറിഞ്ഞ ആ 8:30 മണിന്റെ സീരിയൽ കുത്തിയിരുന്നു. നിങ്ങൾ ശരിക്കും നമുക്ക് ഡൗട്ട് ഉണ്ട്, പറഞ്ഞ ഉള്ളിൽ അങ്ങനെ ആണെന്നല്ലേ. നന്ന് ചിരിക്കണ്ട, നാളെ ക്ലിപ്പ് വരും. എല്ലാവർക്കും ബാധകാണ്. എനിക്ക് പിന്നെ നിങ്ങൾക്ക് റമളാനാണ്. എല്ലാം കൊണ്ടും പരിശുദ്ധമായ മാസം. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങൾ പറഞ്ഞല്ലോ, ഖബറാളികളോട് അല്ലാഹു ചോദിക്കുമത്രേ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ. തമന്നൗ, എന്തെങ്കിലും ആശയുണ്ടാ, എന്തെങ്കിലും ആഗ്രഹമുണ്ടാ, എന്തെങ്കിലും കൊതിയുണ്ടാ എന്ന് അഹ്ലുൽ ഖുബൂറിനോട്, ഖബറാളികളോട്, ആ മണ്ണറയിൽ കിടക്കുന്ന ജനങ്ങളോട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ ചോദിച്ചോളോ എന്ന് അവരോട് ചോദിക്കുമ്പോ ആ മനുഷ്യർ അല്ലാഹുവോട് ചോദിക്കുന്ന ചോദ്യം എന്തറിയോ? തമന്നൗ യൗമൻ മിനർ മിൻ റമളാൻ, റമളാനിൽ നിന്നിട്ടുള്ള ഒരു നാൾ കൂടാനുള്ള തൗഫീഖ് താ അല്ലാഹ്. അത് കണ്ടിട്ട് ആശ തീർന്നിട്ടില്ല, അത് അനുഭവിച്ചിട്ട് മതി വന്നിട്ടില്ല. അതുകൊണ്ട് റമളാനിന്റെ ഒരു ദിവസമെങ്കിലും നീ ഞങ്ങൾക്ക് കാണിച്ചിറ, അതിലൊന്ന് കൂടാനുള്ള യോഗം തന്നറ, റമളാനിനെ ഒന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം തന്നറ എന്ന് ഖബറാളികൾ പോലും ആഗ്രഹിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ റമളാൻ.
എല്ലാം കൊണ്ടുവരും. കാണാം, നാളെ രാത്രി ബറാഅത്താണ്. നാളെ രാത്രി എല്ലാം കൊണ്ട് തയ്യാറാവണോ? ഇന്നേതായാലും ക്ലബിന്റെ വിടയായി, ഇന്നേതായാലും കളികളത്തിലായി, ഇന്നേതായാലും മന്തിന്റെ പീടികയിലായി, ഇന്നേതായാലും വീട്ടിലായി, ഇന്നേതായാലും തേരാപാര നടക്കലായി. നാളെ നടക്കല്ലേ? നാളെ പരിശുദ്ധമായ ഈ ശഅബാനിന്റെ 15ന്റെ രാത്രി, ശ്രേഷ്ഠമായ രാത്രി, വളരെയധികം പോരിശയാകപ്പെട്ട രാത്രി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അതേ ആ രാത്രിയില്, നാളത്തെ രാത്രിയില് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നല്ലോണം പൊറുക്കുന്നുണ്ട്, ധാരാളം റഹ്മത്ത് ചെയ്യുന്നുണ്ട്. വലില്ലാഹി ഫീഹാ ഉത്തഖാഉം മിനന്നാർ. എത്രയോ കോടി ജനങ്ങള് അല്ലാഹു അവന്റെ വലിയ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട് നാളത്തെ രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. കലബ് ഗോത്രക്കാരുടെ ആടിന്റെ രോമത്തിന്റെ എത്ര പാപം ചെയ്തവരാണെങ്കിലും അവർക്ക് നാളല്ല പൊറുക്കുന്നു. അതുകൊണ്ട് നാളത്തെ രാത്രി നല്ലോണം ഹയാത്താക്കണോ. ഇശാ മഅരിബിന്റെ ഇടയില് 3 യാസീൻ ഓതണോ. ആദരണീയരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട പണ്ഡിതവരേണ്യർ ഖലീലു ദാരിമി ഉസ്താദ് വേണ്ടതുപോലെ നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. നാളത്തെ ഇശാ മഅരിബിന്റെ ഇടയിൽ 3 യാസീൻ മറക്കണ്ട. ഉസ്താദ് നാളെ മാത്രം ഓദ്യം മതിയാവല്ല, അത് എപ്പോഴും ഓതണം. നാളെ ബിള്ളൂല ഓതണം. ചില മനുഷ്യന്മാർ മനസ്സിലാക്കി കാണേ, യാസീൻ ഓതേണ്ട ഇതൊന്ന് ബറാത്തിന്റെ ഒന്ന് മോന്തിക്ക്, പിന്നെ ഒന്ന് മരിച്ച വരലി, അതിന്റെ അപ്പുറപ്പുറം തൊട്ടു നോക്കിടാൻ കയ്യാണ്. ആരോ ഒരാൾ ഖത്തം തീർക്കുന്നുണ്ടായില്ല, കുഞ്ഞാ ഖത്തം ഓതിയിട്ട് തീർക്കുന്നുണ്ടായിന്. അയാൾ ഓതിയിട്ട് ബുധനാഴ്ചന്റെ അന്ന് എത്തുമ്പോ ഏകദേശം ഓതിയിട്ട് അൽ കഹ്ഫ് സൂറത്തിനോടെ എത്തി. അയാൾ എന്തൊക്കെ അറിഞ്ഞ അതിനവിടെ വെച്ചിട്ട് അതിന്റെ ഇപ്പുറത്ത് ഓതാൻ തുടങ്ങിയ. അപ്പൊ അതിൽ കേട്ടി ഇത് വെള്ളിയാഴ്ച മാത്രം ഓതണ്ടതല്ലേ? എങ്ങനെയുണ്ട്? അൽ കഹ്ഫ് വെള്ളിയാഴ്ച മാത്രം ഓതണ്ടല്ലേ? ഇപ്പൊ ഓതങ്ങനാണ് എന്ത്? ശനിയാഴ്ച ഹറാമാ? അല്ല, അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ച പ്രത്യേകം ഓതണം, ബാക്കി നാളുകളിലും ഓതണം. വെള്ളിയാഴ്ച ഔല ഓതണം. 12:58 ഓതേണ്ടത്, അതിരാവിലെ ഓതണം സൂറത്തുൽ കഹ്ഫ്. യാസീനും അങ്ങനെ. അല്ലെങ്കിൽ യാസീന് മഹത്തരമാണ്, ശ്രേഷ്ഠമായ സൂറത്താണ്, സുന്നത്താകപ്പെട്ട പതിവാക്കപ്പെടേണ്ട സൂറത്താണ്. ലികുല്ലി ശൈഇൻ ഖൽബുൻ വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. എല്ലാത്തിനും ഹൃദയമുണ്ട്. ഉമ്മമാര് കേട്ടോ, പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ, ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും ഹൃദയമുണ്ട്, ഖൽബുണ്ട്. വഖൽബുൽ ഖുർആനി സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഖൽബാണ്, ഹൃദയമാണ് സൂറത്തു യാസീൻ. ഖുർആനിന്റെ ഹൃദയമാണ്, ചെറിയ സൂറത്തല്ല. സൂറത്തു യാസീൻ ലിമാ ഖുരിയ. എന്ത് കാര്യം കരുതിയിട്ട് ഓതിയാലും അല്ലാഹു നിറവേറ്റി തരും കേട്ടോ, സംശയമില്ല. അതാണ് സൂറത്തു യാസീൻ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഒരാള് രാവിലെയാണ് യാസീൻ ഓതുന്നതെങ്കിൽ അയാള് വൈകുന്നേരം വരെ മരണപ്പെടില്ല. ഒരാള് വൈകുന്നേരമാണ് യാസീൻ ഓതുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾക്ക് മരണമില്ല. ഒരു വട്ടമോ വഫീരിവായത്തിൻ 3 വട്ടമോ യാസീൻ ഓതിയാൽ ദീർഘായുസുണ്ട്. ഞമ്മ ദീർഘായുസിന് ജിമ്മിന് വായിന്ന് സുബൈ കണിച്ചിട്ട് ദീർഘായുസ്, പിന്നെ റട്ട നല്ല ബട്ടട്ട പോലാവന്. അവിടെ പായിന്റ് തെറ്റൊന്നും അല്ല. ഈ നിസ്കാരം കള്ളാക്കിയിട്ട് ഓത്തും പൈത്തൊന്നും ഇല്ലാണ്ട് ഉമ്മ വിളിച്ചങ്ങ് കൂറ്റാട്ടാണ്ട് ബാപ്പാക്കൊരു കവളി വെത്തല കൊണ്ടേര് കൊടുക്കാണ്ട് നീ ജിമ്മിന് പോയെങ്കിൽ ജിം എടുത്ത ഞാൻ. നിന്റെ ജിമ്മ് അത് ആരോഗ്യം കൂട്ടാനുള്ളതല്ല, അത് ആരോഗ്യം ബെടക്കാവാനുള്ളതാണ്. ആരോഗ്യം കൂടാനും ആയുസ് കൂടാനും ഐശ്വര്യം കൂടാനും സന്തോഷം കൂടാനും നാളെ ആഖിറത്തിൽ സലാമത്തുണ്ടാവാനും എല്ലാത്തിനും പറ്റിയതാണ് ഇസ്ലാമിന്റെ കർമ്മങ്ങള്, ദിക്റുറാദുകള്, ഖുർആൻ പാരായണങ്ങള്, ദാനധർമ്മങ്ങളൊക്കെ. ചെറിയ സംഗതിയല്ല. അതിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ഓതിയാൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. അങ്ങനെ ആരും മനസ്സിലാക്കട്ടെ. ഖുർആൻ ഓതിയെങ്കിൽ ആഖിറത്തിൽ കൂലി മാത്രമല്ല. ഖുർആൻ ഓതിയാ ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരും, ആഖിറത്തിന്റെ പ്രശ്നം തീരും. മഹാനായ അബ്ദുല്ലാഹിൽ ഖുശൈരി റളിയല്ലാഹു അൻഹു
അബ്ദുല്ലാഹിൽ ഖുശൈരി വലിയ മഹാനാണ്, സൂഫി ചക്രവാളത്തിലെ വലിയ മഹാനാണ്, ലോകമറിയപ്പെട്ട പണ്ഡിതനാണ്. ആ മഹാനരുമായി ബന്ധപ്പെട്ട ഒരു കിടാവിന് ഒന്നുകിലോ സ്വന്തം മകൻ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു കിടാവ്, ആ കിടാവ് ഇങ്ങനെ വയറുവേദന കൊണ്ട് പിടക്കുകയാണ്, പൊളിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ചെയ്തു നോക്കി, കുട്ടിക്ക് ശമനമില്ല. അങ്ങനെ ഇരിക്കെ വളരെ വിഷമത്തോടെ ബേജാറോടെ ഇരിക്കുമ്പോ, അല്ലെങ്കിലും മക്കൾക്ക് വേറെ വേദന, മക്കൾക്ക് രോഗമെന്ന് പറയുമ്പോഴാണ് ഉമ്മ ബാപ്പമാർക്ക് വലിയ ബേജാറ്. അല്ലേ 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 കിടാക്കൊക്കെ സുഖമില്ല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ പരൻ്റെ ഉള്ളിൽ വർക്കില്ല. ഉമ്മ ബാപ്പാക്കും അങ്ങനെ തീരെ സുഖമില്ലാണ്ടാന്ത് സ്വന്തം തടിക്ക് വേറെമ്പലം വരുമ്പോഴല്ല, മക്കൾക്ക് വേറെമ്പലാകുമ്പോ, മക്കൾക്ക് സുഖമില്ലാണ്ടാകുമ്പോഴാണ്. അങ്ങനെയാണല്ലോ ഉമ്മ ബാപ്പല്ലേ അത്, അവർ അങ്ങനല്ലേ. അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവർ അങ്ങനെ ഒരുപാട് മരുന്നെടുത്തിട്ട് ഒരു മാറ്റവും ഇല്ല എന്ന് കണ്ടപ്പോ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെയുണ്ട് രാത്രി ഉറങ്ങിയ നേരത്ത് ഹബീബായ നബി തങ്ങൾ സ്വപ്നത്തിൽ വരുന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ വളരെ വിഷമത്തില്? അപ്പൊ മഹാൻ പറഞ്ഞു, നബിയേ, കിടാവിന് സുഖമില്ല, ഒരുപാട് പ്രയാസത്തിലാണ്, വേദന കൊണ്ട് പൊളയുന്നു, കുഞ്ഞിന്റെ വേദന കാണാൻ കഴിയുന്നില്ല. അപ്പോഴാണ് റസൂലുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കുന്നത്. അബ്ദുല്ലാഹ്, ആയത്തു ശിഫ ഓതിയിട്ട് മന്ത്രിച്ചോ, ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചോ. അത് ആഖിറത്തിൽ കൂലിക്ക് മാത്രമുള്ള സംഗതിയല്ല. ദുനിയാവിന്റെ പ്രശ്നങ്ങൾ തീരാൻ, ലോകത്തിന് നല്ല വഴി കാണിച്ചു കൊടുക്കാൻ, ആഖിറം സലാമത്താകാൻ എല്ലാത്തിനും സിദ്ധൌഷധമാണ് പരിശുദ്ധ ഖുർആൻ. അലൈക്കും ബിശിഫായിൻ അൽ ഖുർആനു വൽ ഗസ്ലു. രണ്ട് മരുന്നെപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം, രണ്ട് മരുന്നെപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം, നിർബന്ധമാണ്. ഏതാ രണ്ട് മരുന്ന്? ഷുഗറിൻ്റെതും പ്രഷറിൻ്റെതും അല്ല. ഞങ്ങൾക്ക് നിർബന്ധം അതിനകത്ത്. പിന്നെ ഹജ്ജിക്ക് പോന്നെങ്കിൽ ഉംറക്ക് പോന്നെങ്കിൽ ഈൻ്റെ 1.5 കിലോ കീശയില്ലെങ്കിൽ ശരിയാവാൻ. തവാഫ് ഒന്നും ഷോർട്ടായെങ്കിൽ മോശമില്ല, കുളിയ കുടിക്കുന്നത് പറഞ്ഞിട്ടില്ല. ഉമ്മാമ ജൽറ്റ് കടത്തിനാണ് ഉപ്പാപ്പൻ. നിങ്ങളുടെ ചുറ്റുമ്പോ സഈ നടത്തുമ്പോ തവാഫാക്കുമ്പോ 6-7 വട്ടം തിരിയണ്ടേ? അതിൽ ഒന്ന് ഷോർട്ടായെങ്കിൽ മോശമില്ല, ആ ഷുഗറിന്റെ ഗുളിയ തപ്പിയില്ല. അതാണിപ്പോ മസ്റ്റായത്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങളെ തടിയിലുള്ള രോഗങ്ങൾ ഈ മജ്ലിസിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു മരുന്നൊന്നും കൂടാതെ ശിഫയാക്കി തരട്ടെ. സത്യത്തിൽ അലൈക്കും ബിശിഫായിൻ, രണ്ട് മരുന്ന് നിങ്ങൾ കയ്യിൽ വെക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന് അൽ ഖുർആനു വൽ ഗസ്ലു, ഒന്ന് വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതനുസരിച്ചിട്ടുള്ള ജീവിതം. രണ്ട് തേനിന്റെ ഉപയോഗം. തേനാവണം, അല്ലാണ്ട് റോഡ് സൈഡിലും ഹോട്ടലിലും വീടിലും എല്ലാം കിട്ടുന്നതെല്ലാം തേൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പേര് ഹനി, ജേനു, തേന് നെല്ലാം ഉണ്ടാവും. എന്നാലും അത് ഒറിജിനൽ തന്നെ ആണോ അല്ലെന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അത് അതിൻ്റെതായ മട്ടത്തിലുള്ളതാണെങ്കിൽ അത് മരുന്നാണ്. അള്ളാഹു കബൂലാകട്ടെ. അപ്പൊ അതെല്ലാം കയ്യിൽ വേണം. എന്നിട്ട് നാളത്തെ രാത്രി അടക്കം അള്ളാഹു താല പൊറുക്കപ്പെടാത്ത കുറച്ച് പേരുണ്ട്, അള്ളാഹു മാപ്പ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട്. നല്ല പോലെ കേട്ടോ, നല്ല പോലെ കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, വലാ യൻദുറുല്ലാഹു ഫീഹാ, നാളത്തെ ഏറെ പോരിശിയാകപ്പെട്ട രാത്രിയായിട്ട് പോലും, കോടാനക്കോടി അള്ളാന്റെ ഭാവികളായ അടിമകൾക്ക് പൊറുക്കപ്പെടുന്ന രാത്രിയായിട്ട് പോലും, എത്രയോ കോടാനക്കോടി ജനങ്ങള് കത്തിയാളുന്ന നരകത്തിൽ നിന്നിട്ട് അള്ളാഹു മോചിപ്പിക്കുന്ന ബറാത്തിന്റെ രാത്രിയായിട്ട് പോലും, ബർക്കത്തുള്ള രാത്രിയായിട്ട് പോലും അള്ളാഹു താല പൊറുക്കാത്ത, അള്ളാഹു നോക്കാത്ത 1, 2, 3, 4 പേരുണ്ട്. അതാരറിയുമോ? ഇലാ മുശ്രിക്കിൻ വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാത്തി റഹിമീൻ വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ ഖിൽ വാലിദൈഹി വലാ ഇലാ മുദ്മിനി ഖംറിൻ. സഹിയായ ഹദീസാണ്. നല്ല പോലെ കേട്ടോ, ഉമ്മ കേട്ടോ, പിണങ്ങി നിൽക്കുന്നവർ കേട്ടോ, ബാപ്പ ഉമ്മയോട് ചൊടിച്ചവർ കേട്ടോ, കുടുംബക്കാരോട് അരിസത്തിൽ കഴിയുന്നവർ കേട്ടോ, മന്ത്രവാദിന്റെ അടുക്ക, ജ്യോത്സ്യക്കാരന്റെ അടുക്ക കണക്ക് വെക്കാൻ പോകുന്നവർ കേട്ടോ. എല്ലാരും കേട്ടോളി.
ഹബീബായ നബി തങ്ങൾ പറയാ, നാളത്തെ രാത്രി അല്ല പൊറുക്കാത്ത വിഭാഗം, അല്ല മാപ്പ് ചെയ്യാത്ത വിഭാഗം, അള്ളാന്റെ കാരുണ്യം ചൊരിക്കപ്പെടാത്ത വിഭാഗം ആരറിയുമോ? ഒന്ന് ഇലാ മുശ്രിക്കീൻ, മുശ്രിക്കാണ്, ബഹുദൈവാരാധകനാണ്, അവനല്ല പൊറുക്കില്ല, അവനിലേക്കല്ല നോക്കില്ല.